നീണ്ടൂർ കല്ലറ റോഡരികിൽ മുടക്കാലി പുഞ്ചവയൽക്കാറ്റിന് സമീപം ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്കിന്റെയും വയോജന പാർക്കിന്റെയും ഒന്നാം ഘട്ട ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി കുമരകത്തിനും മൈമനത്തിനും പിന്നാലെ നീണ്ടൂർ പഞ്ചായത്തും ടൂറിസം മാപ്പിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ട് കുമരകവും ഐമനവും ലോക ടൂറിസം മാപ്പിൽ ഇടം പിടിച്ചതുപോലെ നീണ്ടൂർ ഗ്രാമപഞ്ചായത്തും ഉടൻ ടൂറിസം മാപ്പിൽ ഇടം പിടിക്കുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇതിനായുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നീണ്ടൂരിൽ ടൂറിസത്തിന് വലിയ സാധ്യതകളാണ് ഉള്ളത്. ഇവ പ്രയോജനപ്പെടുത്താൻ ത്രിതല പഞ്ചായത്തുകൾക്കൊപ്പം MLA എന്ന നിലയിൽ തന്റെയും സർക്കാരിന്റെയും പിന്തുണ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് എവിടെ വേണമെങ്കിലും ടൂറിസം സാധ്യതയാണ്. അതുകൊണ്ടാണ് ഇത് റെസ്പോൺസിബിൾ ടൂറിസത്തിൽ പെടുത്തി ഇവരെ ഇപ്പം പല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ആ റെസ്പോൺസിബിൾ ടൂറിസം ഇപ്പോൾ കുമരകത്ത് വന്നു, ഐമനത്ത് വന്നു. അവർക്കെല്ലാം ദേശീയവും അന്തർദേശീയവുമായി ബഹുമതികൾ ഈ അടുത്ത കാലത്ത് കിട്ടി. ഇനി വരാൻ പോകുന്നത് നീണ്ടൂരിനാണ് അന്തർദേശീയ തലത്തിലുള്ള ബഹുമതി വരാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കുറേയേറെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ പൂർണ്ണതയിലെത്തുമ്പോൾ നിശ്ചയമായും അത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്ന്, മനോഹരമായ പാടശേഖരങ്ങൾ. ഇവിടെ പുഞ്ചക്കാറ്റെന്ന് പറയുന്നതിനെ കൊടുക്കുന്നതിൻ്റെ അർത്ഥം പുഞ്ചയിൽ നിന്ന് വരുന്ന മനോഹരമായ കാറ്റ്. ആദ്യം ഇങ്ങനൊരു ടൂറിസം പ്രോജക്റ്റിന് ഈ കാറ്റിൻ്റെ പേര് കൊടുത്ത് തുടങ്ങിയത് ഞാൻ കോട്ടയം MLA ആയിരിക്കുമ്പോൾ മണർകാട് പഞ്ചായത്തിൽ, അന്ന് വിജയപുരം പഞ്ചായത്തിൽ ഐരാറ്റുകളുടെ ആ ഭാഗത്ത് 4 മണിക്കാറ്റ് തുടങ്ങിയാണ്. അതിൽ അവിടുത്തെ പുന്നൻ കുര്യൻ അന്ന് ഈ രംഗത്ത് ഗവേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ആണ് ഈ ആശയവുമായി മുന്നോട്ട് വന്ന് അതിൻ്റെ ഉദ്ഘാടനം ഞാനും കോടിയേരി ബാലകൃഷ്ണൻ ചേർന്നാണ് അന്ന് നടത്തിയത്. അപ്പോൾ അങ്ങനെ 4 മണിക്കാറ്റ് തുടങ്ങി, പിന്നെ പലയിടത്തും കാറ്റ് വന്നു. അങ്ങനെയാണ് കൈപ്പഴക്കാറ്റ് വന്നു, ഇപ്പോൾ പുഞ്ചക്കാറ്റായി. അപ്പോൾ കാറ്റ് ഏതായിരുന്നാലും അത് ആസ്വദിക്കുന്നത് ജനങ്ങളാണ്. ആ കാറ്റ് മനോഹരമാക്കി തീർക്കാനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കിയെടുക്കുകയാണ് ബ്ലോക്കായാലും ഗ്രാമപഞ്ചായത്തായിരുന്നാലും MLA ആയാലും ഒക്കെ ചെയ്യേണ്ടത്. നീണ്ടൂർ കല്ലറ റോഡരികിലെ പുഞ്ചവയൽ കാറ്റിന് സമീപം ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്കിന്റെയും വയോജന പാർക്ക് ഒന്നാം ഘട്ടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നീണ്ടൂർ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും BM&BC നിലവാരത്തിൽ നവീകരിച്ചതായും മന്ത്രി പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള നീണ്ടൂർ സെന്റ് മൈക്കിൾസ് പള്ളി റോഡ് റീടാറിംഗിനായി MLA ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി ഉറപ്പ് നൽകി. ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ അധ്യക്ഷത വഹിച്ചു. നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AM ബിനു, നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം തോമസ് കോട്ടൂർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. 30 ലക്ഷം രൂപ ചെലവിലാണ് ടേക്ക് എ ബ്രേക്കും വയോജന പാർക്കിന്റെ ആദ്യഘട്ടവും പൂർത്തീകരിച്ചിരിക്കുന്നത്. അടുത്ത ഘട്ടങ്ങളിൽ വിശ്രമത്തിനും വിനോദത്തിനും വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിനൊപ്പം തറയോടുകൾ സ്ഥാപിച്ചും ചെടികളും മറ്റും വെച്ചുപിടിപ്പിച്ചും പാർക്ക് കൂടുതൽ മനോഹരമാക്കും. ടേക്ക് എ ബ്രേക്കിന്റെയും വയോജന പാർക്ക് ഒന്നാം ഘട്ടത്തിന്റെയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഏറ്റുമാനൂർ ബ്ലോക്ക് തല ഉദ്ഘാടനവും നടന്നു. കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത മനുഷ്യച്ചങ്ങല, മാരത്തോൺ എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. പുഞ്ചവയൽക്കാറ്റിന് സമീപം വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് മാത്യു, NSS പ്രോഗ്രാം ഓഫീസർ സിസ്റ്റർ റാണി മരിയ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.